കടൽ മനുഷ്യനെ എന്നും ആകർഷിച്ചിരുന്ന അത്ഭുത ലോകം. ഭക്ഷണത്തിനും വ്യാപാരത്തിനും പുതിയ സ്ഥലങ്ങൾ കണ്ടെത്തുന്നതിനായി ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ മനുഷ്യൻ കടലിലേക്ക് ഇറങ്ങി. പക്ഷേ കടൽ യാത്ര ആരംഭിച്ച നാൾ മുതൽ തന്നെ ഒരു വലിയ അപകടവും മനുഷ്യനെ പിന്തുടർന്നിരുന്നു: കപ്പൽ അപകടം. ഇന്ന് നമ്മൾ ലോകത്തിലെ ആദ്യത്തെ കപ്പൽ അപകടം എന്തായിരുന്നു എന്ന് അന്വേഷിക്കുകയാണ്. ഏകദേശം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈജിപ്റ്റ്, മെസപ്പൊട്ടേമിയ, ഗ്രീക്ക് ലോകം തുടങ്ങിയ പ്രദേശങ്ങൾ മനുഷ്യൻ മരത്തടികൾ ഉപയോഗിച്ച് ബോട്ടുകളും കപ്പലുകളും നിർമ്മിച്ചിരുന്നു. നദികളിൽ സഞ്ചരിച്ചിരുന്ന ചെറിയ ബോട്ടുകൾ നിന്ന് പിന്നീട് വലിയ കടൽ കപ്പലുകളിലേക്ക് മനുഷ്യൻ്റെ യാത്ര വളർന്നു. എന്നാൽ ആ കാലത്ത് ഇന്നത്തെ പോലെ നാവിഗേഷൻ സംവിധാനങ്ങളോ കാലാവസ്ഥാ മുന്നറിയിപ്പുകളോ സുരക്ഷാ ഉപകരണങ്ങളോ ഉണ്ടായിരുന്നില്ല. കടലിൻ്റെ സ്വഭാവം മനസ്സിലാക്കുന്ന എന്നത് വലിയ വെല്ലുവിളിയായിരുന്നു. അന്നത്തെ കപ്പൽ അപകടങ്ങൾക്ക് പല കാരണങ്ങളുണ്ടായിരുന്നു. ശക്തമായ കാറ്റ്, വലിയ തിരമാലകൾ, കൊടുങ്കാറ്റ്, പാറകളിൽ ഇടിക്കൽ, കപ്പലിൻ്റെ ഘടന തകരൽ. ഇവയിൽ ഏതെങ്കിലും ഒന്ന് സംഭവിച്ചാൽ യാത്രക്കാരുടെ ജീവൻ രക്ഷിക്കുക വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഒരു കപ്പൽ കടലിൽ മുങ്ങിയാൽ സഹായത്തിനായി മറ്റൊരു കപ്പലിലെത്തുമെന്ന ഉറപ്പും ഉണ്ടായിരുന്നില്ല. പുരാതന കാലത്തെ കപ്പൽ ദുരന്തങ്ങളെക്കുറിച്ച് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ വളരെ കുറവാണ്. കാരണം അന്ന് അപകടങ്ങൾ രേഖപ്പെടുത്താൻ ഇന്നത്തെ പോലെയുള്ള ഔദ്യോഗിക സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പല കപ്പലുകളും കടലിൽ തന്നെ അപ്രതീക്ഷിതമായി അവയുടെ അവശിഷ്ടങ്ങൾ പോലും കണ്ടെത്താൻ ആയിരക്കണക്കിന് വർഷങ്ങൾ വേണ്ടി വന്നു. എന്നിരുന്നാലും പുരാതന കാലത്തെ കപ്പൽ അവശിഷ്ടങ്ങളുടെ പുരാവസ്തു തെളിവുകളും പരിശോധനകളും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കടൽ യാത്രകൾ അപകടമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒരു പുരാതന കപ്പൽ കടലിലേക്ക് സഞ്ചരിക്കുകയാണ്. ആകാശം പെട്ടെന്ന് ഇരുണ്ടു, കാറ്റിൻ്റെ വേഗത വർദ്ധിച്ചു, തിരമാലകൾ കപ്പലിൻ്റെ മുകളിലേക്ക് അടിച്ചു കയറാൻ തുടങ്ങി. കപ്പലിലുള്ളവർ വെള്ളം പുറത്തേക്ക് ഒഴുകാൻ ശ്രമിക്കുന്നു, പക്ഷേ തിരമാലകൾ കൂടുതലും ശക്തമാകുന്നു. ഒടുവിൽ കപ്പലിൻ്റെ ഒരു ഭാഗം തകരുന്നു, കടൽ വെള്ളം അകത്തേക്ക് കയറുന്നു. അല്പസമയത്തിനകം തന്നെ കപ്പൽ കടലിൻ്റെ അടിത്തട്ടിലേക്ക് അപ്രതീക്ഷിതമാകുന്നു. അന്നത്തെ കാലത്ത് രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവായിരുന്നു. ഇത്തരം അപകടങ്ങൾ മനുഷ്യനിലെ കടലിൽ നിന്നും പിന്തിരിപ്പിച്ചില്ല, മറിച്ച് കൂടുതൽ ശക്തമായ കപ്പലുകൾ നിർമ്മിക്കാനും മികച്ച നാവിഗേഷൻ രീതികൾ വികസിപ്പിക്കാനും മനുഷ്യർ ശ്രമിച്ചു. കാലം കടന്നു പോകുന്തോറും കപ്പലുകളിൽ വലുതായി. ക്യാമ്പസ്, മാപ്പുകൾ, നക്ഷത്രങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള നാവിഗേഷൻ തുടങ്ങിയവ ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നീട് സ്റ്റീം ഷിപ്പുകളും ആധുനിക കപ്പലുകളും എത്തി. എന്നാൽ കപ്പൽ അപകടങ്ങൾ പൂർണ്ണമായി അവസാനിച്ചില്ല. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറിയ മരക്കപ്പലിൽ ആരംഭിച്ച മനുഷ്യൻ്റെ കടൽ യാത്ര ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകളിലേക്ക് എത്തിയത്. പക്ഷേ കടൽ ഇന്നും അതേ കടലാണ്. അതിൻ്റെ സൗന്ദര്യത്തിനൊപ്പം അതിൻ്റെ അപകടവും നിലനിൽക്കുന്നു. ചരിത്രത്തിലെ ആദ്യത്തെ കപ്പൽ അപകടം എന്താണെന്ന് ഇന്ന് കൃത്യമായി പറയാൻ കഴിയില്ല. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്: മനുഷ്യൻ കടലിലേക്ക് ഇറങ്ങിയ നാൾ മുതൽ തന്നെ കടൽ അവനെ പരീക്ഷിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇതാണ് കപ്പൽ ദുരന്തങ്ങളുടെ ചരിത്രത്തിലെ ആദ്യ അധ്യായം.